ഭാരതത്തിലെ സനാതന സംസ്കാരപ്രിയരും ഹൈന്ദവരും അറിയാൻ ചിലത് പറയാം. ഈ രാജ്യത്തിൻ്റെ ബലമെന്നത് ഇവിടത്തെ അറിവുകളും ഈ അറിവുകൾ കലർത്തിവച്ച കഥകളുമാണ്. ഓരോ കഥയ്ക്കും യോജിച്ച ഒരു ക്ഷേത്രവും ഒരു മരവും ഒരു ദേശവും ഒരു കുളവും ഒരു പുഴയുമൊക്കെയായി അതങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഇതിനൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ യുക്തിവാദവുമായി ഞാൻ കുറേ കാലം നടന്നിരുന്നു. പ്രഭാതം ചുവക്കുന്നത് നോക്കി നടന്ന ഒരു യൗവനകാലം. പിന്നെ കഥകളിലൂടെ നടന്നപ്പോൾ എൻ്റെ കൗതുകം ഏറിയേറി വന്നു. അലഞ്ഞുതിരിഞ്ഞ യാത്രകളിലൂടെ അത് അനുഭവം കലർന്ന അത്ഭുതമായി മാറി. പതിയെ മനസ്സിലായി ഭാരതം എടുത്തുകളഞ്ഞത് ഊർജങ്ങളെയാണെന്ന്. അത് കാണാനാവാത്തതും അനുഭവിച്ചു മാത്രം ആസ്വദിക്കാനാവുന്നതുമായതിനാൽ ആ അദൃഷ്ട ഊർജത്തെ ക്ഷേത്രങ്ങളിലും കഥകളിലും നിറച്ചുവെച്ചു. തുടർന്ന് ആ ക്ഷേത്രം നിൽക്കുന്ന ഭൂമിക്ക് ആ ഊർജപ്രഭാവത്തിൻ്റെ അഥവാ ദേവതയുടെ പേര് വന്നു. മംഗളാദേവിയുടെ പുരം മംഗലാപുരമായും ത്രിപുരസുന്ദരിയുടെ ഇടം അഥവാ ശക്തിപീഠം ത്രിപുരയും കോലാപുര നിവാസിനിയുടെ ഇടം കോലാപൂരും ഖണ്ഡവദാഹം കഴിഞ്ഞ് മണ്ണാറിയ ഇടം മണ്ണാറശാലയായും അനന്തപത്മനാഭന്റെ മണ്ണ് അനന്തപുരിയും അങ്ങനെ ദൈവമില്ല എന്ന അഹോരാത്രം പുലമ്പിക്കൊണ്ടിരിക്കുന്നവർക്ക് ഗോവിന്ദനെന്നും ഗോപാലനെന്നും വിജയനെന്നും കൃഷ്ണനെന്നും ശങ്കരനെന്നും പാർവതിയെന്നും പേര് വന്നതുപോലും ഈ സംസ്കാരത്തിൻ്റെ ആഴത്തിലുള്ള വേരുകളുടെ തെളിവാണ്. രാമായണവും സംസ്കൃതവും ചെന്തമിഴും മഹാഭാരതവും വേദവും ദേവതയും വേണ്ടെന്നു വച്ചാൽ ഈ രാജ്യം ശുദ്ധശൂന്യമാകും എന്നർത്ഥം. സ്വന്തം ദേശത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ അമ്പലത്തിനു പുറകിലും ഒരുപാട് മനോഹരമായ കഥകളുണ്ട്. ഒരു വിശേഷ തത്വത്തെ കാലാകാലം ഓർത്തുവയ്ക്കുവാനുള്ള ഭംഗിക്കൂട്ടുകളാണ് ആ കഥകൾ. ചെറിയ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. മാർക്കണ്ഡേയ പുരാണവുമായി ബന്ധപ്പെട്ട കഥകളാൽ ചുറ്റപ്പെട്ടതാണ് നവാമുകുന്ദ ക്ഷേത്രവും തൃപ്പങ്ങോട് ശിവക്ഷേത്രവും. കാലനില്ലാത്ത കാലം എന്ന കാലഘട്ടം തുടങ്ങിയത് തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിൽ നിന്നാണ്. ക്ഷേത്രത്തിന്റെ പഴക്കമറിയാൻ ക്ഷേത്രമിരിക്കുന്ന ഇടത്തു വച്ച് നടന്നതായി പറയുന്ന ഈ കഥകൾ ആ ഭൂമിയിൽ അവശേഷിപ്പിച്ച അടയാളങ്ങളിലൂടെ കഴിയും. അതായത് ക്ഷേത്രഭൂമിയിലെ ഒരു കല്ലോ മരമോ പിച്ചളയോ വിഗ്രഹമോ പരിശോധിച്ചാൽ അറിയാം, കാലങ്ങളോളം കാലത്തെക്കുറിച്ച് കഥകൾ പറയുവാനുള്ള പ്രായം ഈ മുത്തച്ഛനുണ്ട് എന്ന്. അത്തരം കഥകളുടെ തായ്വേരുകൾക്ക് പുണ്യസ്നാനത്തിലൂടെ ജീവജലം അർപ്പിക്കലാണ് ഭാരതപ്പുഴയുടെ ജലനിരപ്പിൽ നിളാദേവിയുടെ മടിത്തട്ടിൽ ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോൾ നടത്തുന്ന മഹാമഘ മഹോത്സവം. അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഈ ആധികാരികതയും ബലവും അഭിമാനവും ഭംഗിയും തകർക്കാൻ എന്തു ചെയ്യാം എന്ന് ചിലർ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ?